ഹലോ, ഇന്ന് ജോമെട്രിക് ആർട്ട് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിന് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈക്വൽ അളവിൽ ഒരു സ്ക്വയർ വരയ്ക്കാം. അതിനുശേഷം രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ വരച്ചിരിക്കുന്ന ലൈൻസിലെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ലൈൻസും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് സെയിം അതേ മെത്തേഡിൽ തന്നെ വരയ്ക്കുക. വെറുതെ നമ്മൾ ടി വി കണ്ടും ഫോൺ കണ്ടൊക്കെ ടൈം കളയുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈൻഡ് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആർട്ടുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും ജസ്റ്റ് കണ്ടുപോകാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പോൾ എല്ലാം വരച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സെയിം ആ രീതിയിൽ വരച്ചെടുക്കുക. സ്ക്വയറായിട്ട് തന്നെ വരച്ചെടുക്കുക. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തന്നെ പലതവണ നമ്മളതങ്ങനെ വരച്ചെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ചെയ്യാൻ നോക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാം വരച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ബോക്സും ഗ്യാപ്പ് ഇട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് പോവുക. അങ്ങനെ നമ്മളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി പിന്നെയും കാണാം.